ആരോട് വേണമെങ്കിലും വളരെ സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തി വളരെ ഒരു ചെറിയ കുഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്ന ഒരു വ്യക്തിയോ വയസ്സായ ഒരാളോ പാവപ്പെട്ടവരോ പണക്കാരോ സ്ത്രീയോ പുരുഷനോ ആരായാലും നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംസാര രീതി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതൊക്കെയാണ് അവർക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. കാരണം നമ്മൾ ഒരാളിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അയാളെ പറ്റി ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ മാനറിസംസ്, സ്റ്റൈലിഷ്, ഇതൊക്കെ സെക്കൻഡറി ആണ്. അതിനേക്കാൾ മുമ്പേ നമ്മൾ ഓർത്തെടുക്കുന്നത് അയാൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ അയാളുടെ ശബ്ദം അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. മറ്റൊരാളിനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പേഴ്സണൽ സ്പേസ് ഇല്ലാത്ത ഒരാളിനോടാണെങ്കിൽ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് തുറന്ന് ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാന്യമായിട്ടുള്ളൊരു കാര്യം. കാരണം ഇപ്പോൾ ഡിവോഴ്സ് ആയ ഒരാളാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ഭാര്യ ഭർത്താക്കന്മാർ, അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുള്ള വ്യക്തികൾ, അവരോടൊക്കെ വളരെ ഓപ്പണായിട്ട് ഈ കാര്യങ്ങളൊന്നും ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള ഒരു കോമൺ സെൻസ് കാണിക്കുക എന്നുള്ളതാണ്. നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ചോദിക്കാതെ തന്നെ അവർ നമ്മളോടത് ഷെയർ ചെയ്യും എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഇപ്പോൾ നമ്മളോട് വളരെയധികം സ്നേഹം ആണെന്ന് കാണിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ഭാവിക്കുന്ന ആൾക്കാരോട് ഇമോഷണലി വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യലുള്ള പ്രോബ്ലംസ് ഇതൊക്കെ വിളിച്ച് പറയാതിരിക്കുക. കാരണം അത് നമ്മളെ അടിക്കാനുള്ള വഴി നമ്മളൊരാളുടെ കയ്യിൽ എടുത്ത് കൊടുക്കുന്നത് പോലുള്ളൊരു അവസ്ഥയാവും പിന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി നല്ല ചിന്തകൾ അല്ലെങ്കിൽ നല്ല വാക്കുകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. ഇപ്പോൾ സിറ്റുവേഷൻ മനസ്സിലാക്കി സംസാരിക്കുക. വളരെ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നതിനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക. അല്ലാത്ത സമയമാണെങ്കിൽ അതിനേക്കാൾ നല്ലത് നമ്മൾ അവിടെ മൗനമായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ വളരെ പവർഫുൾ ആണ് നമ്മൾ സൈലൻ്റ് ആയി നിൽക്കുക എന്നുള്ളത്. ഇനി ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.